നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം സേവനങ്ങളും ഓൺലൈനായി മാറിയിട്ടുണ്ട്. വ്യക്തിഗത ആവശ്യങ്ങൾക്കായുള്ള സർട്ടിഫിക്കറ്റുകൾക്കായി നിലവിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതാത് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അപേക്ഷകൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി തന്നെ നൽകുന്നതാണ്. ഇന്ന് വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ e-district.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സേവനം ലഭ്യമാകുന്നു. e-districtൻ്റെ സൈറ്റിൽ ലോഗിൻ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതിനായി ആദ്യമായി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് നൽകി ലോഗിൻ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് e-districtൻ്റെ സൈറ്റിൽ ആദ്യമായി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കാവുന്ന അപേക്ഷകളുടെ എല്ലാം ഡീറ്റെയിൽസ് ലഭ്യമാണ്. അതിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകുന്നതിനായി ഇൻകം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി ആദ്യമായി വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് അപേക്ഷകനെ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനായി ആദ്യമായി അപേക്ഷകൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ ജനനത്തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ നിർബന്ധമല്ല. റേഷൻ കാർഡിൽ നിന്നും വീട്ടു നമ്പർ ലഭ്യമാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 0 ഉപയോഗിച്ചും നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. വീട്ടുപേര്, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുക. വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണോ ലോക്കൽ ബോഡി ടൈപ്പ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പഞ്ചായത്ത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അഡ്രസ്സ് സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ സെയിം ചെക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകൻ്റെ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിനായിട്ട് ജാതി വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധമില്ല. വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിനായിട്ട് സർട്ടിഫിക്കറ്റ് സർവീസ് ഓപ്ഷനിൽ നിന്നും ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൻ്റെ പേര് തിരഞ്ഞെടുക്കുക. സംസ്ഥാനത്തിനകത്തെ സേവനങ്ങൾക്കായിട്ട് സ്റ്റേറ്റ് പർപ്പസ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള സേവനങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടാണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. കുടുംബ വരുമാനം ആവശ്യപ്പെടുന്ന സേവനങ്ങൾക്കായിട്ട് ഫാമിലി ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം വ്യക്തിഗത ഇൻകം ഇൻഡിവിജ്വൽ ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. പ്രധാനമായും വസ്തുവിൽ നിന്നുള്ള വരുമാനം കാണിച്ചാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കുന്നത് എങ്കിൽ, അപേക്ഷകൻ്റെ പേരിൽ തന്നെയാണ് വസ്തു കിടക്കുന്നത് എങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം തിരഞ്ഞെടുക്കാവുന്നതാണ്.
അതല്ല അപേക്ഷകൻ്റെ ബന്ധുക്കളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മകൻ്റെയോ ഭാര്യയുടെയോ തുടങ്ങിയ ബന്ധുക്കളുടെ പേരിലുള്ള വസ്തു കാണിച്ചിട്ടാണ് വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നത് എങ്കിൽ ഫാമിലി ഇൻകം തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇൻഡിവിജ്വൽ ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അപേക്ഷകൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി നെയിം ഓഫ് റിലേറ്റീവ് കോളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. വസ്തുവിൽ നിന്നുള്ള വരുമാനം സൂചിപ്പിക്കുന്നതിനായിട്ട് ഇൻകം ഫ്രം ലാൻഡ് റേഷൻ കാർഡിൽ കാണിച്ചിട്ടുള്ള കുടുംബത്തിൻ്റെ മാസവരുമാനം രേഖപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ വരുമാനത്തിന് ആനുപാതികമായിട്ടുള്ളൊരു തുക അവിടെ രേഖപ്പെടുത്തി കൊടുക്കാം. കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെയോ മാസവരുമാനമാണ് രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്. വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറ്റിയിട്ടി അല്ലെങ്കിൽ കരമടച്ച റെസിപ്റ്റിൽ നിന്നും ലഭ്യമാണ്. ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക, താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുക, വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക, റീസർവേ ബ്ലോക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുക, റീസർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ പറ്റിയിട്ടുള്ളതുപോലെ തന്നെ രേഖപ്പെടുത്തി കൊടുക്കുക, തണ്ടപ്പേർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഭൂമി നിലമാണ് എങ്കിൽ അഗ്രികൾച്ചർ എന്നും പുരയിടമാണ് എങ്കിൽ ഡ്രൈ എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കരമടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് ടാക്സിൽ വസ്തുവിൻ്റെ അളവ് സാധാരണഗതിയിൽ 6 ചതുരശ്ര മീറ്റർ എന്നീ അളവിലായിരിക്കും കൊടുത്തിരിക്കുക. ഇവിടെ ഹെക്ടറിൽ വേണം നമ്മൾ ഭൂമിയുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പൂർണ്ണമായ അളവ് രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഭൂമിയുടെ അളവിൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ താഴെയായിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെൻറ്റിൽ നമുക്ക് ഭൂമിയുടെ അളവ് രേഖപ്പെടുത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഉദാഹരണത്തിന് 10 സെൻറ്റ് ഭൂമിയാണ് കൈവശമുള്ളത് എങ്കിൽ ആ 10 സെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ 10 സെൻറ്റിനെ ഓട്ടോമാറ്റിക്കലി ഹെക്ടറിൽ കൺവേർട്ട് ചെയ്ത് ഭൂമിയുടെ അളവിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ ഓട്ടോമാറ്റിക്കലി രേഖപ്പെടുത്തും. ഇത്ര ചതുരശ്ര മീറ്ററിൽ പറ്റിയിട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തു എത്ര സെൻറ്റാണെന്ന് നമുക്ക് ഓൺലൈൻ കൺവേർട്ടർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ഭൂമിയുടെ അളവ് ടോട്ടൽ എത്ര സെൻറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി സെൻറ്റിൻ്റെ കോളത്തിൽ രേഖപ്പെടുത്തി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെക്ടറിൽ രേഖപ്പെടുത്തി കിട്ടും. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്തുള്ള ഓപ്ഷൻ നമുക്ക് ആവശ്യമായുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട രേഖകൾ അപേക്ഷകൻ്റെ ആധാർ, റേഷൻ കാർഡ്, കരമടച്ച റെസിപ്റ്റ് 1 MB താഴെയുള്ള PDF ഫയലാക്കി വേണം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ. ആധാർ കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ലാൻഡ് ടാക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറ്റിയിട്ടി അല്ലെങ്കിൽ കരമടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ID കാർഡ് എന്ന ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുത്ത് കൊടുത്ത് അവിടെ റേഷൻ കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. റേഷൻ കാർഡ് നിർബന്ധമായി അപ്ലോഡ് ചെയ്യണം. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് ഉപയോഗിച്ചോ UPI ഉപയോഗിച്ചോ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ QR കോഡ് ഉപയോഗിച്ചോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
പേയ്മെൻ്റ് ആയതിനു ശേഷം നമ്മുടെ അപേക്ഷയുടെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആകുന്നതാണ്. നമ്മുടെ പോർട്ടൽ ലോഗിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സർവീസിൽ ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് അപ്രൂവായി നമ്മുടെ പോർട്ടലിൽ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. പോർട്ടൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കും. അത് അപ്രൂവ്ഡ് എന്ന് കാണിക്കും. അതിന് വലതുവശത്തായി തന്നെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.